ഓരോ രാജ്യത്ത് ഓരോ നിയമങ്ങളാണ്. ആ പ്രദേശത്ത് സഹവസിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളെയും അവകാശങ്ങളെയും തിരിച്ചറിഞ്ഞ് ഭരണകൂടം നിയമ സംവിധാനങ്ങൾ നടപ്പിലാക്കും. എന്നാൽ വിചിത്രമായ നിയമത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഗാർഹിക പീഡനം നിയമവിധേയമാക്കിയിരിക്കുകയാണ് ഈ രാജ്യം. താലിബാനിൽ തന്നെയാണ് ഈ വിചിത്ര നിയമമുള്ളത്. ഗാർഹിക പീഡനം നിയമവിധേയമായതിനാൽ ഭാര്യയെ ഭർത്താക്കന്മാർക്ക് ഉപദ്രവിക്കാം. എന്നാൽ എല്ലുടുകയോ പ്രത്യക്ഷത്തിൽ മുറിവുകൾ കാണപ്പെടുകയോ ചെയ്യരുതെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇവരുടെ കുട്ടികളെയും ഇത്തരത്തിൽ ശിക്ഷിക്കാമെന്ന് നിയമം പറയുമ്പോഴാണ് കൂടുതൽ ഇത് നീചമാകുന്നത്. ശിക്ഷാവിധികളിലും കുറ്റവാളിക്ക് സമൂഹത്തിലുള്ള പ്രതിച്ഛായ അനുസരിച്ച് മാറ്റമുണ്ട്. സ്ത്രീയെ മാരകമായി ഉപദ്രവിച്ച് പരിക്കേൽപ്പിച്ചാൽ, അതും പ്രത്യക്ഷമായി കാണുന്ന രീതിയിലുള്ള മുറിവാണെങ്കിൽ അയാൾക്ക് 15 ദിവസം മാത്രം ജയിൽവാസം അനുഭവിച്ചാൽ മതി. പരാതിക്കാരി കോടതിയിൽ താൻ നേരിട്ട അതിക്രമം വിജയകരമായി തെളിയിച്ചാൽ മാത്രമേ പ്രതിക്ക് ശിക്ഷ ലഭിക്കുകയുള്ളൂ. ശരീരം മുഴുവനായി മറച്ച് ജഡ്ജിക്ക് മുൻപാകെ ഇരയ്ക്ക് മുറിവുകൾ കാണിക്കാം. ഇത്തരത്തിൽ മുറിവുകളോ പാടുകളോ വ്യക്തമാക്കാൻ സ്ത്രീക്ക് കഴിയില്ല എന്നതിനാൽ ശിക്ഷ ലഭിച്ചേക്കില്ല. കോടതിയിൽ സ്ത്രീകൾക്കൊപ്പം ഭർത്താവ് അല്ലെങ്കിൽ അകമ്പടിയായി കുടുംബത്തിലെ ഒരു പുരുഷനും നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതേസമയം ഭർത്താവിന്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ ബന്ധുക്കളെ സന്ദർശിച്ചാൽ 3 മാസം വരെ അഴിക്കുള്ളിലാകും. ബന്ധുക്കളെ സന്ദർശിച്ചാൽ ജയിൽ ശിക്ഷ വിധിക്കുന്ന ഏക രാജ്യമായിരിക്കും താലിബാൻ. പീനൽ കോഡിലെ ആർട്ടിക്കിൾ 9 അഫ്ഗാൻ സമൂഹത്തെ 4 തരത്തിലാണ് വിഭജിക്കുന്നത്. മതപണ്ഡിതന്മാർ, വരേണ്യ വിഭാഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിങ്ങനെയാണത്. ഇതനുസരിച്ച് ശിക്ഷയിൽ മാറ്റം വരും. മനുഷ്യരെ വേർതിരിവോടെ കാണാൻ ഇത് കാരണമാകും. മതപണ്ഡിതനാണ് കുറ്റവാളിയെങ്കിൽ അയാളെ ഉപദേശം നൽകി വിട്ടയക്കും. ഇനി വരേണ്യ വിഭാഗമാണെങ്കിൽ അവരെ കോടതിയിൽ വിളിച്ചു വരുത്തി ഉപദേശിക്കും. മധ്യവർഗത്തിൽപ്പെട്ട ആൾക്ക് ജയിൽ ശിക്ഷ ലഭിക്കും. ഏറ്റവും ഒടുവിലത്തെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജയിൽവാസത്തിനൊപ്പം ചാട്ടവാറടിയും ലഭിക്കും. താഴ്ന്ന വിഭാഗത്തിലുള്ളവർക്ക് ക്രൂരമായ ശിക്ഷയും ഉയർന്ന വിഭാഗത്തിലുള്ളവരെ ഗുണദോഷിക്കലുമാണ് ഇവിടെ കാണുന്നത്. ശാരീരികമായുള്ള ശിക്ഷ നടപ്പാക്കുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരായിരിക്കും. 90 പേജുകളുള്ള പുതിയ പീനൽ കോഡ് നിലവിൽ വന്നതോടെ പഴയ സ്ത്രീ സംരക്ഷണ നിയമം അസാധുവായി. പുതിയ നിയമത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നത് പോലും ശിക്ഷാർഹമെന്നാണ് താലിബാന്റെ മുന്നറിയിപ്പ്. അതിനാൽ ആരും ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതേസമയം മനുഷ്യാവകാശ സംഘടനകൾ UN-നോടും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളോടും ഈ നിയമം നടപ്പിലാക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.